തിരുവനന്തപുരം ശ്രീകാര്യത്തിന് സമീപം ശ്രീകാര്യം പൗടിക്കോണം റോഡിൽ നിന്ന് ചെല്ലമംഗലം ജംഗ്ഷനിൽ നിന്ന് കഷ്ടിച്ച് 300 മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസിൽ ഈ കാണുന്ന പ്രോപ്പർട്ടിയിലേക്ക് എത്തിച്ചേരാം. ടോട്ടലായിട്ട് 13 സെന്റിൽ ഏകദേശം 3500 സ്ക്വയർ ഫീറ്റിന് മേളിലേക്കുള്ള വലിയൊരു വീടടക്കമാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത്. ഇത് ഇന്നത്തെ പോലെ എംസാൻഡോ പാറപ്പൊടിയോ ഉപയോഗിച്ചിട്ട് നിർമ്മിച്ചിട്ടുള്ള വീടല്ല. പൂർണ്ണമായിട്ട് ഇഷ്ടികയിലും നല്ല പുഴമണലിലും ഫുള്ളായിട്ട് തേക്കും തടിയിലും വർക്ക് ചെയ്തിട്ടുള്ള നീറ്റായിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ്. ഈ വീട് വന്ന് നിങ്ങൾ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ആ വീട് എത്രത്തോളം നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, ആ കൺസ്ട്രക്ഷൻ എത്രത്തോളം നല്ലതാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൽ വേറെ റെനോവേഷൻ വർക്കോ ഒന്നും തന്നെ വേണ്ടി വരത്തില്ല. നമുക്കിത്തിരി പഴക്കമുള്ള വീടാണ്, പക്ഷേ റെനോവേഷൻ വർക്കോ കാര്യങ്ങളോ ഒന്നും വേണ്ട. നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വീട്. നമുക്കിത് 2 യൂണിറ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും നമുക്ക് ഒരു ഫാമിലിക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷേ സ്റ്റെയർ റൂം വന്നിട്ട് സെപ്പറേറ്റ് ആയി കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ മേളിലത്തെ നില സെപ്പറേറ്റ് ആക്കി നിലവിൽ വാടകയ്ക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് മേളിലത്തെ ദൃശ്യങ്ങൾ ഞാൻ കാണിക്കുന്നില്ല, താഴത്തെ നില കാണിച്ചു തരാം. അതേ രീതിക്ക് തന്നെ മേളിൽ വരും, പക്ഷേ മേളിൽ ഒരു റൂം കുറവ് വരും. വീടിന് ചുറ്റുവട്ടം അത്യാവശ്യം നല്ല രീതിയിൽ സ്പേസ് ഉണ്ട്. കാരണം ടോട്ടലായിട്ട് 13 സെൻറ്റ് സ്ഥലമാണുള്ളത്. വലിയൊരു മാവൊക്കെ നിൽപ്പുണ്ട്. നോക്കി, വീടിന് നടയിൽ തന്നെ ഇതുപോലെ കായ്ച്ചുകൊണ്ട് നിൽക്കുന്ന വലിയൊരു മാവ് നിൽപ്പുണ്ട്. ഇത് നോക്കി, നല്ല നല്ല പഴുത്ത മാങ്ങ ഒത്തിരി അധികം വന്ന് നിൽപ്പുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ വീടിൻ്റെ ചുറ്റുവട്ടം. ഇതേ കണക്ക് തന്നെ നമുക്ക് അപ്പുറത്തെ സൈഡിൽ സ്ഥലമുണ്ട്. അതുപോലെ കായ്ച്ചുകൊണ്ട് നിൽക്കുന്ന തെങ്ങുകൾ പ്രോപ്പർട്ടിക്ക് അകത്ത് തന്നെ ഉണ്ട്. നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് ശ്രീകാര്യം ജംഗ്ഷനിൽ നിന്ന് കഷ്ടിച്ച് ഒരു 2.5 കിലോമീറ്റർ ഡിസ്റ്റൻസ് വരുന്നുള്ളേ. അതുപോലെ ഈ കാണുന്ന പോലെ നല്ലൊരു മെയിൻ റോഡ് അരികത്താണ് പ്രോപ്പർട്ടി വരുന്നത്. വെള്ളത്തിൻ്റെ സൗകര്യത്തിന് കിണറുണ്ട്. ഇതാണ് നമ്മുടെ ഈ ഒരു വശം. ഈ സൈഡിലായാലും അത്യാവശ്യം സ്പേഷ്യസ് ആണ്. പിറയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു പ്ലാവൊക്കെ നിൽപ്പുണ്ട്. ഇവിടെ നോക്കി, ഇതുപോലെ തെങ്ങുണ്ട്. ഈ പ്ലാവെല്ലാം കായ്ച്ചുകൊണ്ട് നിൽക്കുന്നതാണേ. ഇതാണ് നമ്മുടെ ബാക്ക് യാർഡ് കേട്ടോ. ഈ ഭാഗത്തായിട്ട് പുറമേ നമുക്കൊരു ടോയ്ലറ്റ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ കാണുന്നത് പോലെ ഒരു ടോയ്ലറ്റും ബാത്റൂമുമായിട്ട് പുറമേ ഒരുക്കിയിട്ടുണ്ട്. നമുക്കിതാ ഈ ഭാഗത്തായിട്ട് കവേർഡായിട്ടുള്ള കാർ പാർക്കിംഗ് സ്പേസ് കിട്ടും. അവിടെ 2 വണ്ടികൾ കയറ്റി പാർക്ക് ചെയ്യാവുന്ന സ്പേസ് ഉണ്ട്. ഇവിടെ നിന്ന് നമുക്ക് സ്റ്റെയർ റൂമിലേക്കാണ് എൻട്രി വരുന്നത് കേട്ടോ. അപ്പോൾ ഇതുവഴി നമുക്ക് മേളിൽ താമസിക്കുന്നവർക്ക് സെപ്പറേറ്റ് ആയിട്ട് എൻട്രി പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. താഴത്തെ നിലയിലേക്ക് നമുക്ക് മുൻവശത്ത് ഈ രീതിയിൽ വാതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മുൻവശത്ത് നമുക്ക് അത്യാവശ്യം നല്ലൊരു ബാൽക്കണി സ്പേസ് ആണ്. ഇവിടെ കാണുന്ന ഈ തടിയുടെ വർക്ക് എന്തൊക്കെയുണ്ടോ അതെല്ലാം തന്നെ തേക്കും തടിയാണ് കേട്ടോ. അതിപ്പോൾ മുൻവശത്തെ വാതിലായാലും കട്ടളയായാലും നമുക്കിതാ ഇതിൽ കാണുന്ന കട്ടളയായാലും ജനൽ പാളികളായാലും എല്ലാം തന്നെ ഈ പറഞ്ഞതുപോലെ തേക്കും തടിയിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. നമുക്ക് അകത്തേക്ക് കയറുമ്പോഴത്തേക്കും ഫുള്ളായിട്ട് ഗ്രാനൈറ്റ് ആണ് നമുക്ക് താഴെ ഇട്ടിട്ടുള്ളത്. ഇത് നമ്മുടെ ലിവിങ് സ്പേസ് ആണ്. അവിടെ നമുക്ക് നേരെ പോകുന്നത് വലിയൊരു ഡൈനിങ് ഏരിയയിലേക്കാണ്. എങ്ങനെയാ വെച്ചാൽ വളരെ വലിയൊരു വീടാണ്. ഭയങ്കരമായിട്ട് കോമൺ സ്പേസ് ഒക്കെ വളരെ വലുതായിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ഇതാണ് നമ്മുടെ സ്റ്റെയർ റൂം കണ്ടോ. ഇവിടെ നിന്ന് വീണ്ടും മേളിലേക്ക് കയറാനുള്ള പ്രൊവിഷൻ ഉണ്ട്. ആ മേളിലത്തെ യൂണിറ്റ് ഇപ്പോൾ നിലവിൽ സെപ്പറേറ്റ് ആക്കി വാടക കൊടുത്തിരിക്കുകയാണ്. നമുക്ക് ഈ ഒരു ഡൈനിങ് സ്പേസിൽ നിന്ന് ഒരു കോമൺ ബാത്റൂമിലേക്ക് എൻട്രൻസ് വരുന്നുണ്ട്. ഇവിടെ എല്ലാം തന്നെ ഈ കാണുന്ന പോലെ കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ഫുള്ള് തേക്കൻ തടിയിൽ മാറ്റ് ഫിനിഷിൽ ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. എല്ലാം കണ്ടു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ചെയ്തെടുത്ത വർക്ക് പോലെ ഇരിക്കും. അതാണ് നമുക്ക് ഈ പ്രത്യേകിച്ച് തേക്കൻ തടിയിലെ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു പ്രത്യേകത അതാണ്. നമുക്കൊരു ഇത് ഏകദേശം എങ്ങനെയായാലും ഒരു 10-15 വർഷത്തോളം പഴക്കമുണ്ട് കേട്ടോ. അത് ഇന്ന് കണ്ടു കഴിഞ്ഞാലും നമ്മളിപ്പോൾ പണിത് വെച്ച കണക്ക് പുത്തനായിട്ട് രൂപമുണ്ട്. ഇതിപ്പോൾ കിച്ചണാണ്. കിച്ചണിന് നമുക്കിതുപോലെ ഒത്തിരിയധികം സ്റ്റോറേജ് സ്പേസ് കാണാം. ഒരു ചിമ്മിനിയൊക്കെ ഇൻസ്റ്റാൾഡാണ്. മേളിലേക്ക് എല്ലാം തന്നെ സ്റ്റോറേജ് ഒരുക്കിയിട്ടുണ്ട്. അതെല്ലാം തന്നെ തേക്കൻ തടിയിലാണ് ഈ അടച്ചെല്ലാം തന്നെ ചെയ്തെടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഇതുപോലൊരു സ്റ്റോർ റൂമുണ്ട്. ഇവിടെ നേരെ പോകുന്നത് നമ്മുടെ വർക്ക് ഏരിയയിലേക്കാണ്. ഇവിടെ ആയാലും സിങ്കും അമ്മിക്കല്ലും സൗകര്യങ്ങളെല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ബാക്ക് യാർഡിലേക്ക് ഇറങ്ങാനുള്ള പ്രൊവിഷനും ഉണ്ട്. ഈ ഒരു സ്പേസ് ഞാൻ നേരത്തെ കാണിച്ചതാണ്. ടോട്ടലായിട്ട് 3 ബെഡ്റൂംസ് ആണ് നമ്മുടെ താഴത്തെ നിലയിൽ തന്നെ വരുന്നത്. 3ഉം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂംസ് ആണ്. എല്ലാ ബെഡ്റൂമും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂംസ് തന്നെയാണ് കേട്ടോ. എല്ലാ റൂമുകളിലും ഇതുപോലെ കബോർഡ് ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ബാത്റൂം ഫിറ്റിംഗ്സ് ഒക്കെ വരുന്നത് ഹിൻഡ് വെയർ പോലുള്ള മെറ്റീരിയൽസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇന്നും നമുക്ക് പുത്തൻ കണ്ടീഷനിൽ, അതായത് വേറെ റെനോവേഷൻ വർക്ക് ഒന്നും തന്നെ ചെയ്യേണ്ട കാര്യമില്ല. നീറ്റായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഈ ഭാഗത്തായിട്ട് നമുക്ക് അടുത്തൊരു ബെഡ്റൂം കാണാം. നോക്കി, അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്. കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. നമുക്ക് ഈ ഒരു ബാത്റൂമിലാണെങ്കിൽ ബാത്ത് ടബ് പോലുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് നമുക്ക് അടുത്തൊരു റൂം കൂടെ ഉണ്ട്. അതായത് നമ്മുടെ ഡൈനിങ് ഏരിയയിൽ നിന്ന് എൻട്രൻസ് വരുന്ന രീതിയിൽ 3ാമത്തെ ബെഡ്റൂം ഉണ്ട്.
ഇതിലായാലും എല്ലാ റൂമിലത്തെയും പോലെ കബോർഡ് വർക്ക് എല്ലാം ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം തേക്കുന്നടിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല നല്ല കണ്ടീഷനിൽ ഇരിപ്പുണ്ട് കേട്ടോ. പുത്തനായിട്ട് തന്നെ ഇരിപ്പുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. അപ്പോൾ ഇനി നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൽ നിലവിൽ താമസക്കാരുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ അത് കാണിക്കുന്നില്ല. ഇപ്പം നമ്മുടെ എനിക്ക് തന്നെ ഈ രീതിയിലുള്ള എൻക്വയറീസ് വരാറുണ്ട്. നമുക്കിതുപോലെ കുറച്ച് പഴക്കമുള്ള വീട്, അത്യാവശ്യം സ്ഥലം കൂടുതൽ വേണം. അങ്ങനെയുള്ളൊരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഇതുപോലെ 3500 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീട് ഇഷ്ടികയിലും പുഴമണലും നമുക്ക് കിട്ടാനില്ല. അല്ലെങ്കിൽ കിട്ടിയാൽ തന്നെ പുഴമണലിന് ഭയങ്കരമായിട്ടുള്ള വിലയാണ്. നമുക്കിപ്പോൾ കൊല്ലം ബേസ് ചെയ്ത് അങ്ങനെയൊക്കെ മണൽ വരുന്നുണ്ട്, പക്ഷേ അത് ഭയങ്കരമായിട്ടുള്ള വിലയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും കൺസ്ട്രക്ഷൻ കോസ്റ്റ് വരുമ്പോൾ ഭയങ്കരമായിട്ട് കയറി അങ്ങ് പോകുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് ഈ ചോദിക്കുന്ന വിലയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ഇതുപോലൊരു വീട് നമുക്ക് വെച്ചെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആ രീതിയിലാണ് പ്രോപ്പർട്ടി. നമുക്ക് ഈ പ്രോപ്പർട്ടി ഉദ്ദേശിക്കുന്ന വില 1,90,00,000 രൂപയാണ്. ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട്. ആ കാര്യങ്ങൾ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ സംസാരിച്ച് ഡീലാക്കാവുന്നതാണ്. നല്ലൊരു ഡീലാണ്. അങ്ങനെ വെച്ചാൽ ടോട്ടൽ 13 സെൻറ്റ് സ്ഥലം, നല്ലൊരു മെയിൻ റോഡ് അരികത്ത് പോലെ ആ രീതിയിൽ വരുന്നൊരു പ്രോപ്പർട്ടി മിസ്സാക്കണ്ട.